വീടുകൾ എപ്പോഴും നമുക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളത് ചിലർക്ക് നഗരത്തിനൊത്ത നടുക്കായിരിക്കാം, ചിലർക്ക് നഗരത്തിന് ഒത്ത നടുക്ക് വേണം താനും. പക്ഷേ നഗരത്തിൻ്റെ ആ ഒരു തിരക്ക് പാടില്ല എന്ന് നിർബന്ധമുള്ള ചില ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉത്തമമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട്. അത് ദേ ഇതാണ്. എൻ്റെ പുറകിലായി കാണുന്ന ഈ വീടാണ്. ഏകദേശം 4 സെൻറ്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സീപോർട്ട്, കാക്കനാട്ട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടുന്ന് 750 മീറ്റർ മാത്രമേ ഉള്ളൂ പാലച്ചുവടിലേക്ക്. ഇനി ഇവിടുന്ന് ബൈപ്പാസിലേക്ക് പോകാനാണെങ്കിൽ ഒരു 3.5-4 കിലോമീറ്റർ മാത്രമേ ബൈപ്പാസിലേക്ക്, അതായത് പാലാരിവട്ടം ഹോളിഡേ ഇൻ ഹോട്ടലൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയയിലേക്ക് പോകാൻ അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറകിലായി കാണുന്ന ഈ വീടാണ് ഈ വീഡിയോയിലെ വിഷയം. നമുക്കിത് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. GI സ്ക്വയർ ട്യൂബ് കൊണ്ട് ഫ്രെയിമുകളെ പൂർണ്ണമായും തീർത്തിരിക്കുന്ന ഒരു ഗേറ്റാണ്. അതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലും ഡെക്ക് വുഡും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു എന്താ പറയുക, കാഴ്ചയിൽ നല്ലൊരു ഇമ്പം ഉണ്ടാവുന്ന ഒരു ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഗേറ്റിൻ്റെ 2 തൂണുകളിൽ നിന്നായിട്ട് നല്ല 2 ലൈറ്റുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി നമുക്ക് ഈ വീടിൻ്റെ ഉൾത്തളങ്ങളിലേക്കും പോയി എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. ഇതേ സ്ലൈഡിങ് ഗേറ്റ്, ഞാൻ വളരെ സിമ്പിളായിട്ട് തുറന്നു വരുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗേറ്റ് തുറന്ന് നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ഒരു കാർ പോർച്ച് ഏരിയ, അല്ലെങ്കിൽ ഈ ഒരു മുറ്റം ഏരിയ മുഴുവനായും ഇൻ്റർലോക്ക് കട്ടകളിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ കണ്ട വേറൊരു കാര്യം, ഇവിടുത്തെ ഒരു കിണറാണ്. സാധാരണഗതിയിൽ ഒരു കിണറുണ്ടെങ്കിൽ ആ ഒരു ഏരിയ, അല്ലെ ആ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒരു കിണറിനെ ഈ ഒരു പോർഷനിൽ വളരെ ചെറിയ പരിമിതിയിൽ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമോ, അല്ലെ ആ സ്ഥലത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ കാണുകയാണ്. ഇത് ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വലിയ 2 വണ്ടികൾ പാർക്ക് ചെയ്യാം. അത്യാവശ്യം ഒരു എന്താ പറയുക, XUV 300 അല്ലെങ്കിൽ ഒരു വിറ്റാര ബ്രസയോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹ്യുണ്ടായി വെന്യൂ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കോമ്പാക്ട് XUV നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് സ്പേസ് നമുക്ക് അവിടെ കാണാം. പിന്നെ ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ കാർ കൂടെ പാർക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു മാരുതി എക്സ്പ്രസോയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓൾട്ടോ 800 അങ്ങനെയുള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്പേസിലായിട്ട് ചെറിയൊരു പുൽത്തകിടിയും അവിടെ കുറച്ച് ചെടികളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ഉൾത്തളങ്ങളിലേക്കാണ്. അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീടിൻ്റെ ഫുൾ കളർ തീം പറയുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പെയിൻറ്റ് കളർ തീം ഫുള്ളായിട്ട് വരുന്നത്. ആ ഒരു വൈറ്റ് കളറിനകത്ത് ചെറിയ ഡിസൈൻസും മറ്റും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിത് തൂണുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാഡിങ് സ്റ്റോൺസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഈ തൂണിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് ഉള്ളിലേക്ക് കയറുന്നതിന് 2 സൈഡിലായിട്ട് 2 ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്നു. നമുക്ക് അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഈ ഒരു പോർഷൻ ഇത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. നല്ല വിലപിടിപ്പുള്ള നല്ല ഗ്രാനൈറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു L ഷേപ്പിൽ പടി കൊടുത്തിരിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇറങ്ങാം, ഈ ഒരു സൈഡിലോട്ടും ഇറങ്ങാം. ഇവിടെ മുറ്റമില്ലെങ്കിൽ കൂടിയും ഈ ഒരു സൈഡിൽ പടി കൊടുത്ത് അതിനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ്. ഈ തൂണുകൾക്കും ആ ഒരു ഡിസൈൻ തന്നെ, നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ തൂണിൻ്റെ അതേ ഡിസൈൻ തന്നെ ആ ഒരു തൂണിനും കൊടുത്തിരിക്കുന്നു. ഒപ്പം സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭിത്തി നിറയും ആ ഒരു ടൈലുകൾ നൽകിയിരിക്കുന്നു. പിന്നെ സിറ്റ് ഔട്ടിന് ഞാനിവിടെ കണ്ട കാര്യം ഒരു കൈവരി സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നു. അത് സ്റ്റെയിൻലെസ് സ്റ്റീലും ഫുള്ളി ഏകദേശം 90% ഗ്ലാസും ബാക്കി ഒരു 10% സ്റ്റെയിൻലെസ് സ്റ്റീലും അതിന് ഫ്രെയിമിന് ബലം പകരാൻ നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു സിറ്റ് ഔട്ട് നോക്കി നല്ല നീളത്തിലാണ് കിടക്കുന്നത്. അത്യാവശ്യം നമുക്ക് 2 കസേരയൊക്കെ ഇട്ട് വരുന്ന ഗസ്റ്റുകൾ ഇവിടെ തന്നെ നമുക്ക് ഇരുത്താനോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനോ ഉള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇനി മെയിൻ ഡോറിലേക്ക് ഇറങ്ങാം. ഈ വീടിൻ്റെ മെയിൻ വാതിൽ തേക്കിലാണ് ഈ വാതിൽ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ തടികൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൽ തന്നെയാണ്. നല്ലൊരു കൊത്തുപണിയും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് കയറാം. ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് 3 ബെഡ്റൂമാണ് ഈ വീട്. പക്ഷേ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥല സൗകര്യം തീർച്ചയായിട്ടും ഈ വീടിനെ അവകാശപ്പെടാവുന്നതാണ്. നേരെ കയറി വരുന്നത് ഇതൊരു വലിയൊരു
ഗസ്റ്റ് ലിവിങ് ആൻഡ് എന്താ പറയുക ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നമുക്ക് കയറി, അല്ലെങ്കിൽ ഒരു ഹാൾ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ കയറി വരുന്ന പാടെ നമ്മൾ കാണുന്നത് ഈ ഒരു സീലിംഗ് വർക്കാണ്. ആ സീലിംഗ് വർക്കിന് ഒത്ത നടുക്കായിട്ട് തന്നെ ഒരു ബ്ലൂ കളറിലൊരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിരിക്കുന്നു. അതിനൊത്ത നടുക്കായിട്ട് ആ ഫാൻ വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വളരെ മിനിമലായിട്ടുള്ള ഒരു ചുറ്റുമുള്ള സീലിംഗ് വളരെ മിനിമലായിട്ട് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു 4 വാളികളുടെ ജനാല വരുന്നുണ്ട്. ഇനി ആ ജനാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റിനെ ഒരുക്കിയിരിക്കുന്നത്. അതായത് ആ വാതിൽ കയറി വരുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ TV യൂണിറ്റിനെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിതാ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം സെറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി സ്പേസ് കിടക്കുന്ന ഈ ഒരു സ്പേസിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് എല്ലാം മൾട്ടിവുഡ് കൊണ്ട് ചെയ്ത് തീർത്തിരിക്കുന്നു. ഇനി ഇവിടെ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് സ്റ്റെയർ കേസിനിടയിൽ അതും കൃത്യമായി കൊടുത്തിരിക്കുന്നു. കാരണം ഈ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ. ഇനി ഇവിടുത്തെ ടൈലുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിൽ ചെറിയ ബ്ലാക്ക് കളർ തീം വരുന്നതാണ് ഇവിടുത്തെ ഒരു ടൈലിൻ്റെ കളർ തീം എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ അല്ലെ ഹാളിൽ നിന്ന് നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അവിടെ നേരെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും ഒരു സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ആ ഒരു മിനിമലായിട്ടുള്ള സീലിംഗ് വർക്കാണ്. അധികം LED ലൈറ്റ്സ് ഒന്നും ഈ ഒരു സീലിംഗ് വർക്കിൽ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ ഡോർ, ആ ഒരു ജനാല നമുക്കിവിടെ കാണാം. ഒരു ഫ്രഞ്ച് വിൻഡോ ഒരു 4 വാളികളുടെയാണ്. ഇത് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 3 വാളികളുടെ ഒരു ജനാല അത് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി ക്രോക്കറി ഐറ്റംസും മറ്റും വെക്കാനുള്ള ഒരു ഷെൽഫ് അത് ഇവിടെ നോക്കിയേ മൾട്ടിവുഡ് ചേർത്ത് അതിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോർണറിലായിട്ട്, അതായത് ഈ കയറി വരുന്ന ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസൺ വരുന്നുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു ടോപ്പിന് നൽകിയിരിക്കുന്ന ഗ്രാനൈറ്റ്സ് ആണ്. അതിനെ താഴത്ത് മൾട്ടിവുഡ് കൊണ്ട് തീർത്ത് 2 സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിട്ട് ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു LED ലൈറ്റ് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു മിററിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ എന്നാൽ ഒതുക്കമുള്ള രീതിയിൽ ഒരുപാട് വലുപ്പമില്ലാതെയും അല്ലെങ്കിൽ ഒരുപാട് ആഡംബരങ്ങൾ തീർക്കാതെയും ഒരുക്കിയിരിക്കുന്ന ഒരു വാഷ് ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ അടുക്കളയിലേക്ക് പോകും. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഡോറിന് പകുതി തടിയും പകുതി ഗ്ലാസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ഗ്ലാസ്സിലധികം ചിത്രപ്പണികളൊന്നും കൊടുത്തിട്ടില്ല, വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. ഇനി അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകളുടെ സ്വഭാവവും നിറവും മാറിയിരിക്കുന്നു. അവിടെ നമ്മൾ വെർട്ടിഫൈഡ് ടൈലായിരുന്നെങ്കിൽ ഇവിടെ മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിറം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുക്കളയിൽ ഒരു കളർ തീം, ഒരു ബ്ലൂ കളർ തീമാണ് ഈ ഒരു ഷെൽഫിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് 3 വാളികളുടെ ഒരു ജനാല കാണാം. ഇവിടെ എല്ലാം മൾട്ടിവുഡിൽ തീർത്ത അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. പക്ഷേ നോർമലി ഇവിടെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും, 2-3 കളർ തീമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒറ്റ കളർ മാത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ താഴത്തൊരു ബ്രൗൺ, ഒരു കോഫി ബ്രൗൺ കളറാണ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇനി ഒരു L ഷേപ്പിലാണ് ഇവിടുത്തെ ബെഞ്ച് ടോപ്പിനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതാ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും. ഇനി ഒപ്പം തന്നെ നമ്മൾ ആ ഡോറ് തുറന്ന് കയറി വരുന്നതിന് മുകളിലായിട്ട് അവിടെയും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് അവിടെയും കീപ്പ് ചെയ്യാം. ഇനി വേറൊരു സാധനം, ഈ ഒരു കതകിൻ്റെ മറകിൽ ഇവിടെയും ചെറിയൊരു ഷെൽഫ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ ഇവിടെയും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരുപാട് സ്പേസ് നമുക്കുണ്ട്. ഇനി നമുക്ക് വാട്ടർ പ്യൂരിഫയർ കണക്ട് ചെയ്യാനായിട്ടോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ 2 സ്വിച്ച് ബോർഡുകൾ ഈ ബെഞ്ച് ടോപ്പിന് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും വരുന്നുണ്ട്, ഒന്ന് ആ പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയും അതേ കണക്ക് ഇൻഡക്ഷൻ കുക്കറും മറ്റു കാര്യങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു വർക്ക് ഏരിയ എന്നല്ല, ഒരു വർക്കിംഗ് കിച്ചൺ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു സിങ്ക് ഒക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെയും ഒരു ബെഞ്ച് ടോപ്പ് നൽകിയിരിക്കുന്നു. അവിടെ അതിനകത്തൊരു സിങ്ക് നൽകിയിരിക്കുന്നു. മുകളിൽ അത്യാവശ്യം സാധനങ്ങൾ കീപ്പ് ചെയ്യാനൊരു സ്പേസ് അത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം തന്നെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ തുറന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടേക്കാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മറ്റേ ചെറിയ മെറ്റൽ പീസുകൾ മറ്റും ഇട്ടിരിക്കുകയാണ്.
നമുക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. കാരണം പൂർണ്ണമായും എന്താ പറയുക കട്ടകളിട്ട് നിരത്തിയിട്ടില്ല, മെറ്റൽസൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു സൗകര്യം അവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ബെഡ്റൂം എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ വീട്ടിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ബാക്കി 2 ബെഡ്റൂമുകളെയും ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെയും ഒരു സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു, ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് 2 LED ലൈറ്റ്സ്, റൗണ്ട് LED ലൈറ്റ്സുകൾ വരുന്നു. അതിനൊരു സ്ക്വയറിൽ ഇരിക്കുന്ന ആ ഒരു സീലിംഗ് വർക്കിനായിട്ട് LED സ്ട്രിപ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഹാവൽസിൻ്റെ ഒരു വൈറ്റ് കളർ ഫാൻ, പ്യുവർ വെള്ള നിറത്തിലുള്ള ഒരു ഫാൻ ഒത്ത നടുക്കായിട്ട് വരുന്നു. അതും നല്ല ഭംഗിയുണ്ട്. ഇനി ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു കബോർഡ് സ്ഥാനം പിടിച്ചിരിക്കുന്നു, 3 ഡോറിൻ്റെ. ആ ഒരു കബോർഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഡ്രസ്സിങ് മിറർ വരുന്നുണ്ട്. ഒപ്പം ഈ ഒരു സൈഡിലായിട്ട് 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഭിത്തിയിലും 3 പാളികളുടെ ഒരു ജനാല ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയും ഹാളിലും അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലും നമ്മൾ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഈ റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബാത്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കളർ തീം ഒരു ഇച്ചിരി ഡാർക്ക് കളർ തീമാണ്. തീർച്ചയായിട്ടും ബാത്റൂമുകൾക്ക് ഇച്ചിരി ഡാർക്ക് കളർ തീം തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇവിടെയും ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും വാഷ് ഏരിയയും നല്ല രീതിയിൽ 3ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റ് ഏരിയ ഈ ഒരു കോർണറിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നു. അത് വാട്ടർ ടാങ്ക് എല്ലാം ഭിത്തിക്കുള്ളിലാക്കി കൊടുത്തിരിക്കുന്നു. ഹീറ്ററിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു നല്ലൊരു റെയിൻ ഷവർ വന്നിരിക്കുന്നു. ഇതെല്ലാം അതായത് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വറിൻ്റെയാണ്. ഒപ്പം ഈ വാഷ് ബേസിനും ക്ലോസറ്റും എല്ലാം സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു മിററും അതിന് മുകളിലായിട്ട് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമും ബാത്റൂമും മറ്റ് താഴത്തെ നിലയിലെ സൗകര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കാര്യം ഇവിടെ കാണിക്കേണ്ടത്, ഇവിടെ വീണ്ടും ഒരു ഡ്രസ്സിങ് മിററും ഒപ്പം തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫും മറ്റു കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും മറ്റും നമുക്കിവിടെ കാണാം. അപ്പോൾ 2 ഡ്രസ്സിങ് മിററുണ്ട് ചുരുക്കം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു കതകിൻ്റെ മറവിൽ കൊണ്ടുവച്ചാൽ ഒറ്റ നോട്ടം നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അത് സൗകര്യത്തിനൊട്ടും കുറവ് വരുന്നില്ല. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ കൈവരികൾ, അതിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിമും ഗ്ലാസും കൊണ്ട് അതിന് പാർട്ടീഷൻ വരുന്നു. അത് നല്ല ഭംഗിയുണ്ട്. ഒപ്പം തന്നെ സൈഡിലെല്ലാം ഫുഡ് സ്റ്റെപ്സ് ലാംപ്സും ഒപ്പം തന്നെ ചെറിയ പ്ലാസ്റ്റിക് ചെടികളാണ് ആ ഒരു ചട്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് വെച്ചിരിക്കാൻ, ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി കയറി വരുന്ന ഈ ഒരു പോർഷനിൽ തന്നെ ഇവിടെ വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജനാലയും. പക്ഷേ ഒരു കാരണവശാലും വെളിച്ചം വരാം, വായുവും അല്ലെങ്കിൽ വെള്ളവും മഴവെള്ളവും ഒന്നും ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ ഗ്ലാസും വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് കയറി വരുമ്പോൾ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സീലിംഗ് വർക്കിൽ മാത്രമാണ് ഒരുപാട് നിറങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചത്. താഴത്തെല്ലാം വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ ഒരു 3 നിറം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ക്രീം കളറും ഒരു പച്ച കളറും നടുക്കായിട്ട് ഒരു നീല കളറും വൃത്തത്തിൽ കൊടുത്തിരിക്കുന്നു. ആ വൃത്തത്തിനൊത്ത നടുക്കായിട്ട് ഹാവൽസിൻ്റെ ഒരു ഫാനും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം എനിക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ഇച്ചിരി കൂടുതലായിട്ട് ഒന്ന് തോന്നി. ഇവിടെ ഒരു 4 പാളികളുടെ ജനാല വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഈ ഒരു പോർഷനിലായിട്ട് TV യൂണിറ്റ് കൊടുത്തത്, അതായത് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു TV യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് ഇവിടെയായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. സെയിം കളർ തീമുകൾ തന്നെയാണ്. താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സെയിം അതേപോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. ഇവിടെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീലിങ്ങിലുള്ള വ്യത്യാസം മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. വേറെ ഒരു സാധനങ്ങൾക്കും വ്യത്യാസം വന്നിട്ടില്ല. ജനാലകളും മറ്റു കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ. കബോർഡ്സ് അതേപോലെ തന്നെ. ഈ കബോർഡ്സിന് തൊട്ട് സൈഡിലായിട്ടിരിക്കുന്ന മിറർ അതേപോലെ തന്നെ ഈ ബെഡ്റൂമിലേക്ക് വരുന്ന ഈ വാതിലിന് തൊട്ട് സൈഡിലായിട്ട് വരുന്ന ഇവിടെയും ഒരു ഡ്രസ്സിങ് മിററും ഒപ്പം തന്നെ ഒരു ഷെൽഫും എല്ലാം വരുന്നുണ്ട്. ഇതും എല്ലാം അതേപോലെ താഴത്തെ ബെഡ്റൂമിൽ എങ്ങനെ നമ്മൾ കണ്ടോ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചെറിയൊരു വ്യത്യാസം, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു പടി മുകളിലേക്ക് ചവിട്ടി വേണം കയറാൻ എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ ഒരു ഇച്ചിരി വലിപ്പം കൂടുതൽ ഈ ഒരു ബാത്റൂമിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഇച്ചിരി വലിപ്പം കൂടുതൽ ഈ ഒരു ബാത്റൂമിന് അവകാശപ്പെടാവുന്നതാണ്. നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ തീമും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ ബാത്ത് ഏരിയയും ക്ലോസറ്റ് ഏരിയയും നല്ലൊരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നു. അതെന്തായാലും എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഡോറുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത് ഇവിടെ നിന്ന് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അത് ഇവിടേക്കാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെയും ഒരു സീലിംഗ് വർക്കാണ്. പക്ഷേ ഇവിടെ അധികം നിറങ്ങളൊന്നുമില്ല, ഒറ്റ നിറം മാത്രമേ ഉള്ളൂ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 2 പാളികളുടെ ജനാല, 2 സൈഡിലും 2 ഭിത്തികളിലും ജനാല വരുന്നു. 3 പാളികളുടെ വീടും 2 ജനാലകൾ വരുന്നു. ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ ഒരു 3 പാളികളുടെയാണ് ഇത് വരുന്നത്. 3 ഡോറിൻ്റെയാണ്. അതിൻ്റെ ഒറ്റ നടുക്കായിട്ട് തന്നെ ഒരു മിററും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂം കയറാം. ഈ ബാത്റൂം ഇവിടുത്തെ ഏറ്റവും വലിയ ബാത്റൂമായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല വലിപ്പം പ്രദാനം ചെയ്യുന്നൊരു ബാത്റൂം. ബാത്ത് ഏരിയയ്ക്ക് ഒരുപാട് പ്രധാനം കൊടുക്കുന്നു. കാരണം ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബാത്റൂം ഏരിയ. ഇവിടുത്തെ ടൈലുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഒരു ഗ്ലോസി ഫിനിഷാണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. എനിക്ക് ക്ലോസറ്റ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതും ഇവിടെ വളരെ മാറി തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷെ നല്ല വലിപ്പം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ആ യൂട്ടിലിറ്റി ഏരിയ ആദ്യം ഒരു ബെഡ്റൂമിൽ നിന്നാണ് പോകുന്നത്. അത് മാത്രമേ എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. കാരണം അതൊരു പുറത്തുനിന്നാകാമായിരുന്നു എന്നെനിക്കൊരു ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ബെഡ്റൂമിൽ വന്നാൽ ഈ ഒരു ബെഡ്റൂമിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. ആ വരുന്ന പോർഷനിൽ ഫുള്ളും ഇങ്ങനെ മറിച്ചിരിക്കുന്നു. അത് GI സ്ക്വയർ ട്യൂബ് കൊണ്ട് ചെയ്തിരിക്കുന്നു. ഈ വരുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു വാഷ് ബേസിനും അതിന് മുകളിലായിട്ട് ഇവിടെ ഒരു മിററും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ മറ്റും വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്ന ഇവിടെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണക്ഷൻ ഇനി അവിടെ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്വിച്ച് പോയിൻ്റ് വരാൻ ഇവിടെ ഒരു സൈഡിലും സ്വിച്ച് പോയിൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ വേണ്ടി അവിടെ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുകളിലായിട്ട് വാട്ടർ ടാങ്കും മറ്റുമെല്ലാം മുകളിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം മുകളിലേക്ക് പോകാനുള്ള വഴി ഫുള്ളായിട്ട് GI സ്ക്വയർ ട്യൂബ് കൊണ്ട് നല്ല രീതിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു പടികളാണ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള കാര്യം. ഇനി കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കാണാനുണ്ട്. അതൊരു ബാൽക്കണി ഏരിയയാണ്. അതായത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയാണ്. അത് നമ്മൾ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ് ആ ഒരു ബാൽക്കണിയിലേക്ക് പോകേണ്ടത്. ഇതാണ് ആ ഒരു ബാൽക്കണി ഏരിയ. ബാൽക്കണി ഏരിയയിലേക്ക് വരുമ്പോൾ ടൈലുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. അല്പം പരുക്കനായ ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ്, സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ ഒരു ബാൽക്കണിക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇറങ്ങി നിന്നാൽ അത്യാവശ്യം നല്ല കാഴ്ചകളും മറ്റുമാണ്. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഫുള്ളായിട്ട് നിൽക്കുന്നത്. 3 സെൻറ്റിലാണ് 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കേണ്ട ആളുടെ നമ്പർ തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ എടുക്കുക, നിങ്ങൾ ആളെ വിളിക്കുക, ബാർഗെയിൻ ചെയ്യാം. ഈ വീടിൻ്റെ വില അവർ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ് ഈ വീടിന് അവർ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളായ പ്രൈസാണ്. അപ്പോൾ അതുമല്ല, നമ്മുടെ സ്റ്റാർ ഡീലിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ വിലയുടെ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ ഓണേഴ്സാണ്, ബിൽഡേഴ്സാണ്. അവർക്ക് അയക്കുന്ന ചിലവുകളും അവർക്ക് ഈ വസ്തുവിനിട്ടേക്കുന്ന വിലയും മറ്റു കാര്യങ്ങളെല്ലാം അതിനടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. കാരണം അതൊരിക്കലും നമ്മളുടെ കൈകളിലുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് അവരോട് സംസാരിച്ച് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ഒരു ധാരണയിലെത്തുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ഞാൻ അവർക്ക് വിട്ടു നൽകിയിരിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യം ഈ വീട് മാക്സിമം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. അത് നന്നായിട്ട് നിർവഹിക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നൊരു വ്യക്തിയാണോ, യൂട്യൂബിൽ ആദ്യമായി കാണുന്നൊരു വ്യക്തിയാണ് നമ്മളുടെ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഒട്ടും മടിക്കേണ്ട, നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി രണ്ടിടത്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കുക. ഇനി ഏറ്റവും വലിയൊരു ഘടകം നിങ്ങളുടെ കമൻസാണ്. നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ വ്യത്യാസങ്ങളാണോ ഞങ്ങൾക്ക് വരുത്താനുള്ള ഈ ചാനൽ, എന്തൊക്കെ ഞങ്ങൾ നിലവാരം ഉയർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളെല്ലാം തീർച്ചയായിട്ടും വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.